ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഇന്ന് മുംബൈ LSGയെ പുറത്താക്കി. മുംബൈ ഓൾറെഡി പുറത്തായി, പക്ഷെ ഇന്ന് മുംബൈ ജയിച്ചു. പക്ഷെ മികച്ച മത്സരമാണ് കേട്ടോ മുംബൈ കാഴ്ചവെച്ചത്. ഹർദിക് പാണ്ഡ്യ എന്ന അവരുടെ ക്യാപ്റ്റൻ ഇല്ലാതെ മികച്ച പെർഫോമൻസ് മുംബൈക്ക് കാഴ്ചവെക്കാൻ പറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലർ എതിർക്കും, ചിലർ അംഗീകരിക്കും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹർദിക് പാണ്ഡ്യ മികച്ചൊരു ക്യാപ്റ്റനാണ്, മികച്ചൊരു കളിക്കാരനാണ്. എന്നാൽ ചില താരങ്ങൾ ചില ടീമിന് യോജിക്കില്ല, ഒരു ബാധ്യത പോലെയായിരിക്കും. ഹർദിക് പാണ്ഡ്യയുടെ കേസിൽ മുംബൈയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ക്യാപ്റ്റൻ എന്ന രീതിയിലും പരാജയം, പ്ലെയർ എന്ന രീതിയിലും പരാജയം, ഒരു ചേർച്ചയില്ലായ്മ, ഒരു ഭാഗ്യമില്ലായ്മ. ടീമിലെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി വരുമ്പോൾ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ, ഒരു താല്പര്യമില്ലാത്തതുപോലെ, ജയിക്കാതെ തോക്കുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണുന്നത്. അതും ചാമ്പ്യൻ ടീമായ മുംബൈ ഇന്ത്യൻസിന്. അതാ പറഞ്ഞത്, ചില താരങ്ങൾ ചില ടീമിന് ഒരു ബാധ്യത പോലെ ആയിരിക്കും. അത് മനസ്സിലാക്കണം. മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഹർദിക് പാണ്ഡ്യ ഒരു പ്ലെയറായിട്ട് തുടർന്നാൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഹർദിക് പ്ലെയറായി തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹർദിക്കിന് ക്യാപ്റ്റൻ ആകണം. അപ്പോൾ മുംബൈക്ക് ഒന്നെങ്കിൽ ഹർദിക്കിനെ റിലീസ് ചെയ്യുന്നതോ ട്രേഡ് ചെയ്യുന്നതോ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം മുന്നോട്ട് പോകണമെങ്കിൽ മുംബൈ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹർദിക്കിനെ തിരിച്ചു വിളിച്ചതും ഭയങ്കര സെറ്റാക്കിയതും. പക്ഷെ അത് അമ്പേ പരാജയമായിപ്പോയി. അപ്പോൾ തെറ്റുപറ്റിയാൽ അത് തിരുത്തുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഹർദിക്കിനെ കൊടുത്താൽ വാങ്ങാൻ ഒരുപാട് ടീമുകളുണ്ടാവും. നല്ലൊരു ഓപ്ഷനാണ് ട്രേഡ് ഓപ്ഷൻ. നിങ്ങൾക്ക് വേണ്ടിയ പ്ലെയറെ ട്രേഡ് ഓപ്ഷൻ വെച്ചോ, ഏത് ടീമായാലും ഒട്ടുമിക്ക പ്ലേയേഴ്സിനും തരും. അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ മിക്കവാറും ഒരു തരും ഹർദിക്കിനെ കൊടുത്താൽ. കാരണം ഹർദിക്ക് ഏത് ടീമിനും എക്സ്ഫാക്റ്റർ ആകാൻ കെൽപ്പുള്ള പ്ലെയറാണ്. പ്രത്യേകിച്ച് ക്യാപ്റ്റന്മാർ, നല്ല ക്യാപ്റ്റന്മാരില്ലാത്ത ടീമിനൊക്കെ ഓഫർ വെച്ചാൽ പെട്ടെന്ന് മുംബൈക്ക് ട്രേഡ് നടത്താൻ പറ്റും. മുംബൈക്ക് വേണ്ട പ്ലെയർ അവിടെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിരിക്കും. അല്ലെങ്കിൽ റിലീസ് ചെയ്തോ, നല്ല എമൗണ്ട് കിട്ടും, ടീമിനെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും മുംബൈ ഇന്ത്യൻസിന്. പിന്നെ രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ 1-2 സീസൺ രോഹിത് ഉണ്ടാവും. അപ്പോൾ മാക്സിമം രോഹിത്തിനെ ടീമിൽ വെച്ചിട്ട് വേറൊരു ക്യാപ്റ്റനെ പരീക്ഷിക്കുക, കൊണ്ടുവരിക, ടീമിനെ സ്ട്രോങ് ആക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ സീസണ് മുംബൈ അമ്പയെ പരാജയപ്പെട്ടു. വരും സീസണുകളിൽ അത് ആവർത്തിക്കാതെ ഇരിക്കണമെങ്കിൽ ഈ ഒരു വലിയ മാറ്റം മുംബൈ നടത്താൻ മുംബൈ തയ്യാറാകണം. കാരണം ടീമില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഏറ്റവും മികച്ച സ്കോഡ് മുംബൈ ഇന്ത്യൻസിന് തന്നെയായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻസി പരാജയമായിരുന്നു, ടീമിൻ്റെ ഒത്തൊരുമ പരാജയമായിരുന്നു, മൊത്തത്തിൽ മുംബൈ പരാജയമായിരുന്നു. അപ്പോൾ മാറേണ്ടത് ക്യാപ്റ്റനാണ്, മാറ്റേണ്ടത് ക്യാപ്റ്റനെയാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് മുംബൈ വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം പറ.